ഹായ്, നമസ്കാരം. ഇപ്പോൾ സമയം ഏകദേശം 6:30 മണിയായി. ഇത് സന്ധ്യ സമയമാണ്. ഈ സമയത്ത് ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ, ഞാനിപ്പം തലയോലപ്പറമ്പ് വരെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. കാര്യം എന്നാന്ന് പറഞ്ഞാൽ, എനിക്ക് പച്ചക്കറി കൃഷിക്ക് ആവശ്യമായ കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങണം. അപ്പം ഞാനും എൻ്റെ മോനും കൂടിയാണ് തലയോലപ്പറമ്പിലോട്ട് പോകുന്നത്. അപ്പം എനിക്ക് ഒന്നാമത് ഈ വണ്ടി ഓടിക്കുമ്പോൾ എനിക്കിഷ്ടമല്ല. വേറെ വണ്ടി ഒന്നും എതിരെ വരുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അപ്പം നിറച്ചും ഈ 6:30 സമയം എന്ന് പറയുമ്പോൾ വഴി നിറച്ചും വണ്ടികളാണ്. അപ്പം ഞാൻ മോനോട് പറയുമായിരുന്നു, വേറെ എതിരെ ഒരു വണ്ടിയും വരാതിരുന്നാൽ നല്ല സുഖമായിട്ട് എനിക്ക് വണ്ടി ഓടിച്ച് പോകാമായിരുന്നു, ഞാൻ മാത്രം മതിയായിരുന്നു റോട്ടിൽ. അപ്പം അമ്മ എന്നോട് പറഞ്ഞവൻ, അമ്മ ഇങ്ങനെയൊക്കെ ആഗ്രഹിച്ചങ്ങ് വണ്ടി ഓടിച്ച് സൂക്ഷിച്ചങ്ങ് പൊക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും മോനും കൂടി ഷോപ്പിലൊക്കെ ചെന്നു പച്ചക്കറി വിത്തുകളെല്ലാം എടുക്കുകയാണ്. ഞാൻ ആ ഒരു ട്രേ കിടന്ന് ഭയങ്കര തപ്പലാണ്. എനിക്ക് വേണ്ട വിത്തുകൾ ഞാൻ നോക്കിയിട്ട് വള്ളിപ്പയറും വേറെ എന്തോ അല്ലാതെ ആ ഒരു ട്രെയിൽ വേറെ ഒന്നും കാണാനില്ല. എന്നാൽ അടുത്തിരിക്കുന്ന സാധനങ്ങൾ എന്താണെന്ന് ഞാൻ നോക്കണ്ടേ, അതൊട്ട് നോക്കുന്നുമില്ല. അത് ആ ഒരു ട്രെയിൽ തന്നെ തപ്പുക. പിന്നെയാണ് എനിക്ക് മനസ്സിലായത്, ഇപ്പം നേരത്തെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു 3-4 ട്രെയിൽ അവർ വെച്ചിട്ട് നമുക്ക് ആവശ്യമായ സാധനം നമ്മൾ നോക്കിയെടുക്കുകയായിരുന്നു ഒരു കുറേ നാളുകൾക്ക് മുന്നേ ഈ ഷോപ്പിൽ. അതും ഈ സൈഡിലല്ലായിരുന്നു, ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിലായിരുന്നു പച്ചക്കറി വിത്തുകളെല്ലാം വെച്ചിരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് അവിടുത്തെ കുറച്ച് സമയം ഒരു 10-15 മിനിറ്റ് തപ്പിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ നോക്കുമ്പോൾ ഓരോ ഇനം പച്ചക്കറിയുടെ വിത്തുകളും ഓരോ ട്രെയിലാണ് അവർ വെച്ചിരിക്കുന്നത്. 2-3 ഇനം, അതായത് തക്കാളിയും പാവലും അങ്ങനെ ഓരോന്നോരോന്നത് കണ്ടോ ബോക്സിൽ അവർ എഴുതി കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. അത് നോക്കാതെ എൻ്റെ വെപ്രാളത്തിന് ഞാൻ വേറെ സ്ഥലങ്ങളിൽ നോക്കി. പിന്നീട് ഞാൻ നോക്കി, എനിക്ക് ആവശ്യമായ സാധനങ്ങൾ എല്ലാം തന്നെ കിട്ടിയില്ല. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ മഴ സീസൺ ആയത് കാരണം ഇപ്പോൾ ഒരു പച്ചക്കറിയുടെ സീസൺ അല്ല എന്നാണ് കടക്കാർ പറയുന്നത്. അപ്പോൾ അവർ വിത്തുകൾ എടുത്തു വെച്ചിട്ട് വലിയ കാര്യമില്ലല്ലോ. അത് കാരണം പഴയ ഇരിക്കുന്ന ഓൾഡ് സ്റ്റോക്കുകളാണ് എല്ലാം ഉള്ളത്. സാധാരണ എനിക്കറിയാവുന്നത്, ഒരു പച്ചക്കറി വിത്ത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ 1 വർഷം വരെ അത് കേടാകാതെ നമുക്ക് സൂക്ഷിക്കാമെന്നുള്ളതാണ്. പക്ഷേ ഈ പച്ചക്കറി വിത്തിൻ്റെയൊക്കെ പുറകിൽ നോക്കിയിട്ട് 2028 വരെ ഡേറ്റ് ഉണ്ട്. അപ്പം ഞാൻ എന്തായാലും എനിക്ക് ആവശ്യമായ പച്ചക്കറി വിത്തുകൾ എടുത്തു. കാര്യം എന്നാന്ന് പറഞ്ഞാൽ, എനിക്ക് പാലക്ക് ഏറ്റവും അത്യാവശ്യമാണ്. എന്നാന്ന് വെച്ചാൽ, ഞാനിവിടെ പാലക്ക് നന്നായിട്ട് വളർത്തിക്കൊണ്ടിരുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് പാലക്കിൻ്റെ വിത്ത് വേണം. പിന്നെ എനിക്ക് ക്യാരറ്റ് വേണമായിരുന്നു, പക്ഷേ ഞാൻ ആ ക്യാരറ്റ് എടുത്തില്ല. കാര്യം എന്നാന്ന് പറഞ്ഞാൽ, ആ കടയിലെ ഷോപ്പിൽ ആ പയ്യൻ തന്നെ എന്നോട് പറഞ്ഞു, ചേച്ചി അതിൻ്റെ ഡേറ്റ് കഴിഞ്ഞതാണ്, അപ്പോൾ ആ വിത്ത് എടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ അത് കാരണം അവൻ എന്നോട് പറഞ്ഞ് പുതിയത് വരുമ്പോൾ നമുക്കെടുക്കാം. അപ്പോൾ എന്തായാലും ഒരു 2 മാസത്തിനുള്ളിൽ എന്തായാലും വരുമെന്നാണ് അവൻ പറയുന്നത്. അങ്ങനെ എനിക്കിത് തപ്പി എൻ്റെ പാലക്കിൻ്റെ വിത്ത് കിട്ടി. പിന്നെ ഞാനൊരു കുക്കുംബറിൻ്റെ വിത്ത് എടുത്തിട്ടുണ്ട്. കുക്കുംബറും ഞാൻ അത്യാവശ്യം കൃഷി ചെയ്തുകൊണ്ടിരുന്ന ഒരാളായിരുന്നു. അപ്പോൾ എനിക്ക് അത്യാവശ്യം എൻ്റെ വീട്ടിലോട്ട് വേണ്ട കുക്കുംബർ നന്നായിട്ട് നമുക്കിവിടെ നിന്ന് കിട്ടുമായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുക്കുംബർ ഉണ്ടായിക്കഴിഞ്ഞാൽ അവത്തെ പറിക്കാൻ എനിക്ക് കിട്ടാറില്ല. എൻ്റെ മക്കൾ അതുണ്ടായി ഇത്തിരി ആകുമ്പോഴേ തന്നെ അവരത് പറിച്ച് കഴിക്കും. എങ്കിലും അവർക്ക് ആവശ്യമുള്ള സാധനമാണെങ്കിലും നമുക്ക് കൃഷി ചെയ്ത് ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഞാൻ കുക്കുംബറിൻ്റെ വിത്തെടുത്തു. എനിക്ക് വെണ്ടക്ക അത്യാവശ്യമായിരുന്നു. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, എനിക്ക് എൻ്റെ ടെറസിൽ ഞാൻ ഇതുവരെ ഒരു വെണ്ട വെച്ചിട്ടില്ല. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, എനിക്ക് എങ്ങൊന്നും ഒരു വെണ്ട ഞാൻ മേടിച്ചെത്ര വെച്ചാലും എനിക്കത് നന്നാവാറില്ല. ഞാൻ സാധാരണ വിത്തിട്ട് തന്നെ ഞാൻ തന്നെ കിളിപ്പിച്ചെടുക്കുന്ന വെണ്ടയാണെങ്കിൽ എനിക്ക് നന്നായിട്ട് ഇവിടെ പിടിക്കാറുണ്ട്. അപ്പം അങ്ങനൊരു അങ്ങനൊരു ഇത് കിടക്കുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു ഞാൻ വെണ്ട വിത്തും തപ്പി നടന്നിട്ട് എനിക്ക് കിട്ടിയില്ല. പിന്നെ നാടൻ വെണ്ട വിത്തെന്നും പറഞ്ഞ് 50 രൂപ ഒരു കവറിൽ സെപ്പറേറ്റ് മാറ്റി അവരൊരു എയർ ടൈറ്റായ ഒരു ചെറിയൊരു കവറിൽ വെച്ചിട്ടുണ്ട്. എനിക്ക് അങ്ങനെ ഞാൻ ആ വിത്തും എടുത്തു. അപ്പോൾ അത് ഇങ്ങനെയാണ് അവർ പച്ചക്കറി വിത്തെല്ലാം അടുക്കി വെച്ചേക്കുന്നത്. കണ്ട എത്ര ബോക്സ് ഉണ്ടെന്ന് നോക്കി. അവിടെ എനിക്ക് തോന്നുന്നു ഒരു 5-8-10 ബോക്സ് ഒരു സൈഡിൽ വെച്ച് അങ്ങനെ ഒരു 3-4 നിരയായിട്ട് ഓരോന്ന് വലിച്ചെടുക്കുന്ന രൂപത്തിൽ കണ്ടോ. ആ പയ്യൻ നോക്കുന്നത് കണ്ടോ. അങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ പച്ചക്കറി വിത്ത് വെച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ തലയോലപ്പറമ്പിലുള്ള ഒരു കടയാണ് കേട്ടോ. കടയുടെ പേരൊക്കെ ഞാൻ മറന്നുപോയി. ഞാൻ സാധാരണ RSK എന്ന് പറഞ്ഞാൽ അതിൻ്റെ സീഡ്സ് ഉപയോഗിക്കാറുണ്ട്.
നാംദാരി, അങ്ങനെ ഞാൻ നേരത്തെ ഏതൊക്കെയോ സീഡ്സ് ഉപയോഗിക്കുമായിരുന്നു. പക്ഷെ ഇത്തവണ ഞാൻ മൂന്ന് വെറൈറ്റി 3 ഇങ്ങനെ കമ്പനികളുടെ സീഡ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ആ കൂടത്തിൽ ഞാൻ ഇച്ചിരി വേപ്പ് പിണ്ണാക്കും എല്ലുപൊടിയും ഓരോ കിലോ എടുത്ത് എൻ്റെ കയ്യിൽ ഞാൻ മോന് ബുക്ക് മേടിക്കാനായിട്ട് പോയതായിരുന്നു ആ സമയത്ത്. അപ്പം അന്നേരമാണ് ഞാൻ ഈ കടയിൽ കയറി ഈ സാധനങ്ങളെല്ലാം വാങ്ങിയത്. അപ്പോൾ അത് കാരണം ഞാൻ ഓരോ കിലോ വേപ്പ് പിണ്ണാക്കും എല്ലുപൊടിയും എടുത്തിട്ടുള്ളൂ. അതും വാങ്ങി ഞാനങ്ങനെ അവിടുന്ന് തലയോലപ്പറമ്പിൽ നിന്ന് തിരിച്ച് ഞാൻ വീട്ടിലോട്ട് വന്നു. എൻ്റെ മറ്റു കാര്യങ്ങളെല്ലാം നടത്തി. അപ്പം നമ്മൾ എന്തായാലും പോയത് അവന് ബുക്ക് മേടിക്കാനാണ്. ആ കൂടത്തിൽ ഇതും അങ്ങ് ചെയ്തു എന്ന് മാത്രം. അപ്പം ഞാനിതൊരു വീഡിയോ ആയിട്ട് എടുത്ത് 8 മണിയായി ഏകദേശം നമ്മൾ തിരിച്ചു വന്നപ്പോൾ. സാരമില്ല, 6:30 പോയെങ്കിലും 1.5 മണിക്കൂർ കൊണ്ട് നമ്മുടെ കാര്യങ്ങളും മോൻ്റെ കാര്യങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം നടത്തി വീട്ടിൽ വന്നു കഴിഞ്ഞ് അപ്പം ഞാൻ വാങ്ങിയത് എന്താണെന്ന് നിങ്ങൾക്ക് കാണണ്ടേ. വലിയ കൂടുതലായിട്ടൊന്നും വാങ്ങിയിട്ടില്ല. ആ കവർ വാങ്ങി, അത് നിങ്ങൾ കണ്ടായിരുന്നല്ലോ ഞാൻ അവിടെ നിന്ന് കവർ വാങ്ങുന്നത്. പിന്നെ വേപ്പും പിണ്ണാക്കും എല്ലുപൊടിയും പിന്നെ കുറച്ച് സീഡ്സുകളുമാണ് വാങ്ങിയത്. സീഡ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഞാൻ ഒരു പ്രാവശ്യം ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു. ഞാൻ തടിയൻ കുമ്പളം വാങ്ങി. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ കുമ്പളം ഞാൻ ഓർത്ത് മേളിലൊന്ന് വെച്ചിട്ട് ആ പ്ലാവയിലോട്ട് കയറ്റി വിടാം എന്നുള്ള ഇതിൽ വെണ്ട വാങ്ങി, തടിയൻ കുമ്പളം, പിന്നെ നമ്മുടെ പാലക്ക്, പിന്നെ ഇത് നമ്മുടെ കൊത്തമരയാണ്. കൊത്തമര ഞാൻ അങ്ങനെ വെച്ചിട്ടുണ്ട്, പക്ഷേ ഇന്നോളം എനിക്ക് കൊത്തമര എൻ്റെ വീട്ടിലുണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എല്ലായിടത്തും എല്ലാ വീഡിയോസുകളിലും ഓരോരുത്തർ കൊത്തമര പറിക്കണ കാണുമ്പോൾ എനിക്കും വെക്കണമെന്നൊരാഗ്രഹം. അത് കാരണം ഞാനൊരു കൊത്തമരയും കൂടി വാങ്ങിയിട്ടുണ്ട്. പരീക്ഷണാടിസ്ഥാനമാണ് എല്ലാം. അപ്പം ഞാൻ നോക്കിയപ്പോൾ ആ കവറും വലിയ കുഴപ്പമില്ല. അതിനകത്ത് ഇതിൻ്റെയൊക്കെ ഇച്ചിരി മണ്ണിട്ട് തൈയൊക്കെ വെക്കാമെന്ന് ഓർത്ത് ഞാൻ ആ കവറും പിന്നെ ആ മേടിച്ച കവറെന്ന് പറഞ്ഞാൽ ഞാൻ ഇച്ചിരി വലിയ കവറാണ് വാങ്ങിയത്. കാര്യം എന്നാന്ന് പറഞ്ഞാൽ എനിക്ക് ഇഞ്ചി നടണം പ്രധാനമായിട്ട്. പിന്നെ മേളിൽ ഒരു ഒരു സുന്ദരിച്ചീരൻ ഞാൻ ശകലം വെച്ചിട്ടുണ്ട്. അവനെ ഒന്ന് എടുത്ത് എനിക്ക് ഈ കവറിലോട്ട് വെക്കണം. അത് കാരണം ഇച്ചിരി വായവട്ടം, അതായത് വലിപ്പം കൂടിയ കവർ തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 14 കവർ ഏകദേശം എനിക്ക് കിട്ടിയെന്ന് തോന്നുന്നു. 120 125 രൂപയായിട്ടുള്ളൂ ഈ 14 കവറിന്. അത്യാവശ്യം നല്ല കട്ടിയുണ്ട്.